സമൂഹ നന്മയ്ക്ക് ജനങ്ങൾ ഒത്തൊരുമയോടെ കൂട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കുവാൻ റെസിഡൻസ് അസോസിയേഷനുകളുടെ ദിശാബോധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിരമ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനയായ റാഡിക്കൽ ഓക്സിജൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമിലീസിന്റെ വാർഷിക പൊതുസമ്മേളനവും വിവിധ മെഡിക്കൽ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അപ്പോൾ ഇരിപ്പ് നന്നെങ്കിൽ പണി നന്നെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരിപ്പ് നന്നായി. 2, നമ്മുടെ ലക്ഷ്യത്തിൽ പ്രധാനമായി ആതുര സേവന രംഗത്ത് അഭയം നൽകാനുള്ള അവസരമൊരുക്കുക എന്ന ഏറ്റവും വലിയ സേവന ദൃഷ്ടിയോടുകൂടിയ സമീപനത്തിനാണ് രൂപവും ഭാവവും നൽകിയിരിക്കുന്നത്. അതിൽ വിവിധ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം നടത്താനാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മുമ്പെല്ലാം പരിശോധിക്കും, 10 പേരെ പരിശോധിച്ചാൽ അതിൽ 7 പേർക്ക് ഇപ്പോൾ ഡയബറ്റിക് ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക് വരുന്നത്. ഡയബറ്റിക് ഇപ്പോൾ കേരളം ഇന്ത്യയുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംഭവിക്കാവുന്നത് എല്ലാവർക്കും അറിയാം. ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൽ നിന്നുടലെടുക്കുന്ന വിവിധങ്ങളായ രോഗങ്ങൾ, അതിൽ നാച്ചുറോപ്പതി ഉണ്ടാവാം, അത് കിഡ്നി സംബന്ധമായ രോഗങ്ങളുണ്ടാവാം, ഡയാലിസിസ് ധാരാളമായി വേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന പോലെ തന്നെ ഇപ്പം ഗ്യാസ്ട്രോഎൻട്രോളജിയായി ബന്ധപ്പെട്ട് ലിവറിന് സംഭവിക്കാവുന്ന കാര്യങ്ങളും അതും സംഭവിച്ചാൽ അത് ഭാവിയിൽ സീറോസിസായി ഡെവലപ്പ് ചെയ്യുന്ന കാര്യമെല്ലാം ഡോക്ടർ ഇവിടെ പ്രതിപാദിച്ചു. റൂഫിന്റെ പ്രസിഡന്റ് സോജൻ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഗ്യാസ്ട്രോ, കാർഡിയോളജി, പീഡിയാട്രിക്, കൗൺസിലിംഗ് തുടങ്ങിയ മെഡിക്കൽ സേവന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് സമ്മേളനത്തിൽ നടന്നത്. സംഘടനയുടെ രക്ഷാധികാരി PJ കുര്യൻ പാലക്കുന്നേൽ, സെക്രട്ടറി ലൂസി സിബി പാറശ്ശേരിൽ, റോബിൻ ജോസഫ് മാനാട്ട്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. റൂഫിന്റെ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് ജനുവരി 2-ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും വയോജന ആതുര സേവന പദ്ധതി ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശനും നിർവഹിച്ചിരുന്നു.